ഹലോ, എന്തെടുക്കുക എല്ലാവരും? ഇത് നമ്മളൊരു ചെറിയൊരു അരിപ്പായസം വെക്കാൻ പോട്ടോ. ഇതിന് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കുക്കറിലിട്ട് ഒരു വിസിൽ അടിക്കാൻ വെച്ചിട്ടുണ്ട്. ചക്കര 1/2 കിലോ ശർക്കര 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് വെച്ചതാട്ടോ. ശർക്കരയ്ക്കകത്ത് ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, ഇതോട്ട് വെള്ളം ഇറങ്ങും ശർക്കരയ്ക്കകത്തുനിന്ന്. ഇത് കൂട്ട് 2 ബോക്സ് തേങ്ങ, അതിൽ ഒരു ബോക്സിൻ്റെ പകുതിയുടെ ശകലം കൂടെ മുക്കാൽ ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കി ഫുള്ളെടുത്തു. 1-ാം പാല് 2-ാം പാല് അത് രണ്ടും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്കര നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അത് ഫുള്ള് മെൽറ്റായി വരണ്ടേ. നമ്മുടെ കുക്കറിൽ വിസിലടിച്ചു. നമുക്കൊന്ന് നോക്കാം കേട്ടോ. കുക്കറിൽ വിസിലടിച്ചിട്ടുണ്ട്, അത് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് ഒത്തിരി അങ്ങ് ഇതായി പോകില്ല കേട്ടോ, കട്ടിയായി പോവും. ഫുള്ള് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഒരു വിസിലടിച്ച് നമ്മൾ സ്റ്റൗ നിർത്തി. നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് വെള്ളമെല്ലാം പറ്റി നല്ല ഒരു കറക്റ്റ് വേവായിട്ടിരിപ്പുണ്ട് കേട്ടോ. കാണിക്കാവേ. കണ്ടോ, നല്ല കറക്റ്റ് ഇതാണ്. നമ്മുടെ ചുമന്ന പച്ചനെല്ല് കുത്തിയ അരിയില്ലേ, അതാണ് കേട്ടോ. ആ റൈസ് കൊണ്ടാണ് വെക്കേണ്ടത്. അല്ലാതെ നമ്മുടെ പച്ചരി കൊണ്ടൊക്കെ വെക്കുന്നതുണ്ട് കേട്ടോ, അതൊന്ന് നോക്കണം ഇനിയൊന്ന്. ഇനി ഇതുകൂട്ടി ചെറിയൊരു അരിപ്പയിൽ ഇച്ചിരി കണ്ണിന് വായു വലിപ്പമുള്ള അരിപ്പയാണെങ്കിൽ പെട്ടെന്ന് വരും കേട്ടോ. ഇത് പക്ഷേ കുഞ്ഞ് അരിപ്പയാണ്, അത് കുറേശ്ശേ വരുന്നുള്ളൂ. ഞാനൊരു സ്പൂൺ എടുത്തിട്ട് അതിങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ശർക്കര ഫുള്ള് നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്യണം. ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടും വെള്ളം ഇച്ചിരി കുറവാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കുവാണേ. മിക്സ് ചെയ്ത് നല്ലതായിട്ട് വെക്കുക. ഇതിനടുത്ത് ശർക്കരയ്ക്ക് കളറില്ല കേട്ടോ. നമ്മളെ നാട്ടിലെ ആ ഒരു ശർക്കരേൻ്റെ കളർ കിട്ടുന്നില്ല. ഉണ്ട്, കറുത്ത കളറിൽ ശർക്കരയുണ്ട്, അത് കാണും. ഇത് 2-ാം പാലാണേ. ഇത് 2-ാം പാൽ നമ്മളങ്ങോട്ട് ചേർക്കും കേട്ടോ. അതിലോട്ട് ചേർത്ത് നമ്മൾ കലക്കി അങ്ങോട്ട് ചേർക്കും. അടിയിൽ അതിൻ്റെ ഒരു വൈറ്റ് കളറിൽ പൊടി പോലെ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ അങ്ങോട്ട് വട്ടം കറക്കി ചേർത്തത്. ചേർത്തിട്ട് നമ്മൾ ഈ സമയത്തൊക്കെ സ്റ്റൗവ് സിമ്മിൽ വേണം വെക്കാൻ കേട്ടോ, കൂട്ടി വെക്കരുത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചരുവത്തിലിട്ട് നമ്മുടെ മടലിൻ്റെ കമ്പും കൊണ്ടൊക്കെ ഇട്ട് ഇളക്കി ഇല്ലേ. ഇത് നമ്മുടെ 1-ാം പാലിനകത്ത് ഏലക്കായ പൊടിച്ചതും കുറച്ച് ജീരകപ്പൊടി കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കുവാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. ഇതിനകത്ത് പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, അതെല്ലാം ഒന്ന് ടേസ്റ്റ് എല്ലാം ഒന്ന് ഒരു ലെവലിലെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ RKGയുടെ ഒരു നെയ്യ് ഉണ്ടായിരുന്നു, അതിലോട്ട് നമ്മൾ കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്നട്ട് ഫ്രൈ ചെയ്തത്, പക്ഷേ ഇതിനകത്ത് ചിലർ കിസ്മിസ് ഇടുന്നവരുണ്ട് കേട്ടോ. പക്ഷേ നമുക്കെന്തോ കിസ്മിസ് അത്ര താല്പര്യം ഇതിനകത്ത് പോലും. പക്ഷേ ബിരിയാണിക്ക് എനിക്ക് കിസ്മിസ് മസ്റ്റായിട്ട് വേണം. പായസത്തിന് എനിക്ക് അത്ര അങ്ങോട്ട് ഇത് ഫേവറേറ്റ് തോന്നിയിട്ടില്ല കിസ്മിസ്, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്താണ് വേണ്ടത്. തേങ്ങാക്കൊത്തില്ലാത്ത കാരണം നമ്മൾ തേങ്ങ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് തന്നെ, മാക്സിമം തേങ്ങാക്കൊത്ത് തന്നെ ഇടുക. ഒട്ടും എങ്ങും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ തേങ്ങാപ്പിരി ഇടാവൂ കേട്ടോ. നമ്മൾ മറ്റേ എരിശ്ശേരിക്കും നമ്മുടെ മത്തങ്ങ കറിക്കൊക്കെ തേങ്ങ വറുത്ത് ഇടുന്നതിൻ്റെ കൂട്ടായിപ്പോയി. നെയ്യിൻ്റെ മണവും രുചിയും ഇഷ്ടമുള്ളവർ ആവശ്യത്തിൽ കൂടുതൽ നെയ്യ് ചേർത്തോളൂ, കുഴപ്പമില്ല കേട്ടോ. പായസമല്ലേ, വല്ലപ്പോഴും വെച്ച് കഴിക്കുന്നതല്ലേ. നെയ്യൊക്കെ ഒഴിച്ച് നല്ലതായിട്ടും കഴിക്കാം നമുക്ക്. പനിയാണ് കേട്ടോ, അതാ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഹോസ്പിറ്റലിലൊക്കെ ഇന്നലെ പോയി മരുന്നൊക്കെ എടുക്കുന്ന, ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം സിക്ക് ലീവാണ്. ഒരു ദിവസം ഓൾമോസ്റ്റ് എടുത്തു, ഒരു ദിവസം ഓൾറെഡി സിക്ക് ലീവ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നോർമൽ പാലും കൂടെ ഒഴിക്കുക കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി ലൂസായിട്ട് വേണം, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള പാക്കറ്റ് പാലൂടെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് അല്ലാതെ പാക്കറ്റ് പാൽ കിട്ടും ഇവിടെ, അതുകൂടെ ഒഴിച്ചിരുന്ന് ലൂസാക്കി എടുക്കുക. പാലൊഴിക്കും തോറും ഇത് എന്താ പറയുക, പൊലിച്ച് വരിക. ഇതെന്താണപ്പാ, മറ്റേ നമ്മുടെ ഒരു കഥയുണ്ടായിരുന്നല്ലോ, ഒരു തവി അരി ഇട്ടിട്ട് ഒരു ചലം ചോറ് വെച്ച് പൊലിച്ച് വരുന്നത്, അത് കൂട്ടായി ഇതിപ്പോൾ. ഇത് പാലൊഴിക്കും തോറും പായസം കൂടി വരുവാണ്. നമ്മൾ മറ്റേ ഏലക്ക പൊടിച്ചതും ജീരകപ്പൊടിയും കൂടി ഇട്ട് വെച്ച 1-ാം പാൽ
ഒന്നാം പാലും കൂടെ ചേർത്ത് ഇളക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. നമ്മുടെ കാഷ്നട്ട് ഫ്രൈയും കോക്കനട്ട് ഫ്രൈയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കുക. സൂപ്പർ പായസമായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടില്ല, പായസമാണ് കുടിച്ചത്. പിന്നെ കൂട്ടുകാരെ, ഞാൻ ഇടയ്ക്കാണെങ്കിൽ 2 ബേ ലീഫിനകത്ത് ഇട്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. മസ്റ്റായിട്ടും അത് ഇടണേ. നല്ല ഫ്രഷ് ബേ ലീഫ് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. നമുക്കിപ്പോൾ ഔട്ട്സൈഡ് കൺട്രീസ് ഉള്ളവർക്കൊന്നും ഫ്രഷ് കിട്ടാൻ പാടാണ്. കിട്ടുന്നവരിടുക, നമുക്കിവിടെ കിട്ടാറില്ല കേട്ടോ. അത് കാരണം നമ്മൾ ഡ്രൈ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അടിപൊളി അരിപ്പായസമായിരുന്നു കേട്ടോ. വലിയ മധുരവും ഇല്ല, എന്നാൽ സൂപ്പർ ടേസ്റ്റായിരുന്നു. എനിക്ക് ഒരു 6-7 മാസമായിട്ട് ഞാൻ ഈ പായസം കുടിക്കാൻ ഓരോരുത്തരോടെല്ലാം പറയുന്നുണ്ട്. ആരും എനിക്ക് വെക്കാൻ അറിയില്ലായിരുന്നു, ആരും എനിക്ക് വെച്ച് തന്നില്ല. ഇപ്പം ഇന്നലെ എൻ്റെ നിഷ ചേച്ചി പറഞ്ഞു ഞാൻ വെച്ച് തരാടേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.